ശ്രീരാമായ നമോ നമ. സീതാരാമ ഗുണാരാമ പുണ്യാരണ്യ നിവാസിനോ വന്ദേ വിശുദ്ധ വിജ്ഞാനോ കവീശ്വരോ. കിഷ്കിന്ധാകാന്ഡം 50-ാമത്തെ സർഗം. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ തെക്കോട്ട് പോയ വാനരന്മാര് വിന്ധ്യാചലമൊക്കെ കണ്ട് വിന്ധ്യാചലത്തിലെത്തി. വളരെ ശ്രേഷ്ഠന്മാരായ വാനരന്മാരാണ്. ഹനുമാൻ, താരൻ, അങ്കദൻ മുതലായവരോടൊപ്പം ജാമ്പവാദികളൊക്കെയാണ് അവിടെ. വിന്ധ്യന്റെ പർവ്വതത്തിൽ, വിന്ധ്യന്റെ നീണ്ട ഗുഹകളിൽ സീതാദേവിയെ തിരഞ്ഞങ്ങനെ കടന്നു. പർവ്വതത്തിന്റെ തെക്ക് പടിഞ്ഞാറെ എത്തിയപ്പോഴേക്കും തന്നെ 1 മാസം കഴിഞ്ഞു. സുഗ്രീവൻ പറഞ്ഞ മാസം അവധി കഴിഞ്ഞിരിക്കുന്നു. അങ്കദാദി 11 ശ്രേഷ്ഠന്മാരടങ്ങിയ വാനരയൂഥം ഒടുക്കം ഒരു വലിയ ഗുഹ കണ്ടു. വൃക്ഷബിലം എന്നാണ് അതിൻ്റെ പേര്. ഏവർക്കും പൈതാഹങ്ങള് കാരണം തളർച്ച വന്നു. അങ്ങനെ വെള്ളം കുടിക്കാൻ ദാഹിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വൃക്ഷബിലം കാണുന്നത്. ഭയങ്കര ഇരുട്ടാണ് അതിൻ്റെ അകത്ത്. ചന്ദ്രന്റെയോ സൂര്യന്റെയോ വെളിച്ചം പോലും അകത്തേക്ക് കിടക്കില്ല എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ആ ഗുഹയ്ക്ക് അരികിലായിട്ട് നല്ല നല്ല മരങ്ങള്, വള്ളിപ്പടർപ്പുകള് ഒക്കെ കാണുന്നു. ഗുഹയുടെ ഉള്ളിൽ നിന്ന് ക്രൗഞ്ച, സാരസ, ഹംസാദി പക്ഷികളങ്ങനെ പുറത്തേക്ക് വരുന്നു. എങ്ങനെയാ? താമരപ്പൂവിന്റെ പൂമ്പൊടികൾ അങ്ങനെ പറ്റി ശരീരങ്ങൾ ചുവപ്പ് നിറായിട്ടുണ്ട് പല പക്ഷികളിലെ. ഈ താമരയുടെ പൂമ്പൊടികൾ പറ്റിയിട്ട് നല്ല നനഞ്ഞുള്ള പക്ഷികൾ അങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ഇവർക്കൊക്കെ സന്തോഷമായി. വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടി നടക്കുകയാണല്ലോ. എന്നാ ഈ ഗുഹയിലേക്ക് കിടക്കന്നെ ഉറച്ചു. അപ്പോൾ ഹനുമാൻ വലിയ ശരീരം ധരിച്ചുകൊണ്ടാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കേണ്ടത്. ഹനുമാൻ അവരെയൊക്കെ നോക്കി പറഞ്ഞു, വാനരന്മാര്, നമ്മള് തെക്കുള്ള മലനിരകൾ നിരന്ന പല ദേശങ്ങളും തെരഞ്ഞുവെച്ചാലും ഇതുവരെ സീതാദേവിയെ കണ്ടില്ല. നമ്മുടെയൊക്കെ സ്ഥിതി എല്ലാവർക്കും അറിയാം. ക്ഷീണിച്ച അവസരമാണ്. ഈ ഗുഹയിൽ നിന്ന് സാരസാദി പക്ഷികൾ വെള്ളം നനഞ്ഞ ശരീരമായി പുറത്തേക്ക് വരുന്നത് കണ്ടോ? തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഒരു കിണറോ കുളമോ ഉണ്ടാവും. ഈ ചുറ്റുമുള്ള മരങ്ങൾ നോക്കൂ, തഴച്ച് വളരുന്നുണ്ട്, സ്നിഗ്ധങ്ങളാണ്. അങ്ങനെ വെള്ളം ധാരാളം കുടിച്ച് അങ്ങനെ തഴച്ച് വളരുന്നതാണത്. അങ്ങനെ കേട്ട് വാനരന്മാർ വേഗം തന്നെ അകത്തേക്ക് അങ്ങനെ കിടന്നു. ഇരുട്ടാണ്. അങ്ങനെ അപ്പോഴേക്കും ചില മൃഗങ്ങളൊക്കെ പുറത്ത്, സിംഹം മുതലായിട്ട് മൃഗങ്ങൾ പോലും പുറത്തേക്ക് വരുന്നുണ്ട്. ഇരുട്ടുകാരനൊന്നും വയ്യ. അപ്പൊ അങ്ങനെ കൈ കോർത്ത് ദേഹം പിടിച്ചുമൊക്കെ അങ്ങനെ ഉഴറി 1 യോജനയോളം അങ്ങനെ അവർ നടന്നു എന്നാണ് പറയുന്നത്. ക്ഷീണിച്ച അവസരമായിട്ട് വീണ്ടും അലഞ്ഞു നടന്ന് കുറെ കഴിഞ്ഞപ്പോൾ ഇരുട്ടിങ്ങനെ മാറി. സ്വർണ്ണവർണ്ണമുള്ള വൃക്ഷങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങി. ധാരാളം വൃക്ഷങ്ങൾ കാണാൻ തുടങ്ങി. ഏതൊക്കെയാന്ന് വാൽമീകി എടുത്തു പറയുന്നുണ്ട്. തമാലാംശ്ച പുന്നാഗൻ വഞ്ചുളാന്ധവൻ. സാലവൃക്ഷങ്ങള്, പൈൻ വൃക്ഷങ്ങള്, താലാൻ കരിമ്പന, തമാലം പച്ചില എന്ന് പറയുന്ന വൃക്ഷം, പുന്നാഗവൃക്ഷങ്ങള്, വഞ്ചുളൻ ആറ്റുവഞ്ഞ്, ധവാൻ ഞമ എന്ന് പറഞ്ഞ വൃക്ഷം, ചെമ്പകം, നാഗവൃക്ഷൻ നാഗപ്പൂ ഉണ്ടാവുന്ന വൃക്ഷങ്ങള്, കർണികാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്ന. അങ്ങനെയുള്ള ധാരാളം പൂത്ത വൃക്ഷങ്ങളെ അങ്ങനെ കണ്ടു. ആ വൃക്ഷങ്ങളെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ക്ഷീണിച്ച അവസരമായി വെള്ളം ദാഹിച്ച് വളർന്നവരാ നല്ല വൃക്ഷങ്ങൾ കണ്ടപ്പോൾ ആ വൃക്ഷങ്ങളിൽ നാനാവർണ്ണമാർന്ന പൂന്തളിരുകളുണ്ട്. ചുവപ്പ് നിറമുള്ള ഇലകളോടുകൂടിയ വള്ളിപ്പടർപ്പുകളുണ്ട്. പൊന്നണിഞ്ഞ വള്ളികൾ അങ്ങനെ വൃക്ഷങ്ങളെ ചുറ്റിയിരിക്കുന്നു. കുറച്ചും കൂടി ചെന്നപ്പോൾ നീല വൈദൂര്യ നിറമാർന്ന താമരപ്പൊയ്കൾ കണ്ടു. അതിൽ ധാരാളം പറവകൾ അങ്ങനെ കുളിക്കണു, എന്ന് പുറത്തേക്ക് വെള്ളം കുടിച്ചങ്ങനെ വരണു. പിന്നെയും കുറച്ച് നടന്നപ്പോഴേക്കും നല്ല തിളങ്ങുന്ന അഴകാർന്ന വാസസ്ഥലികൾ കണ്ടു. വാസസ്ഥലികളിലൊക്കെ ചുറ്റും പൂത്തു ഉലസുന്ന മാമരങ്ങൾ, കായ്ച്ച് കുനിഞ്ഞു നിൽക്കുന്ന പവിഴ നിറമുള്ള വൃക്ഷങ്ങളൊക്കെ കണ്ടു. അകത്തേക്ക് കിടന്നപ്പോഴും അവിടെ സ്വർണവും രത്നവും പതിച്ച ഇരിപ്പിടങ്ങളെ, കിടക്കകളൊക്കെ കണ്ടു. ധാരാളം പാത്രങ്ങൾ, സ്വർണം, വെള്ളി, ഓട്ടുപാത്രങ്ങൾ, സുഗന്ധദ്രവ്യങ്ങളെ കൂട്ടാക്കി വെച്ചിരുന്നു. ദിവ്യവസ്ത്രങ്ങൾ, പുതപ്പുകൾ,
സ്വർണ്ണാഭരണ ആമാടപ്പെട്ടികൾ, ഇതൊക്കെ കണ്ടു തന്നെ. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അധികം ദൂരത്തല്ലാതെ ഇതാ സ്വന്തം സ്വതേജസ് കൊണ്ട് വിളങ്ങുന്ന ഒരു വൃദ്ധയായ മാന്തോലും മരവേലിയും ധരിച്ച താപസിയെ കണ്ടു എല്ലാവരും. അപ്പൊ ഹനുമാൻ നേരെ ചെന്ന് തൊഴുതോണ്ട് ചോദിക്കുകയാണ്, തതോ ഹനുമാൻ ഗിരി സന്നികാശാം കൃതാഞ്ജലിസ്താം അഭിവാദ്യ വൃദ്ധാം. ആ വൃദ്ധയായ താപസിയെ അഭിവാദ്യം ചെയ്ത് തൊഴുതുകൊണ്ട് ഗിരിസന്നികാസനായ മലയുടെ അത്രയും വലിപ്പമുള്ള ഹനുമാൻ പപ്രച്ഛകാത്വം ഭവനം ബിലം ചാം. അല്ലേ ദേവി, അങ്ങ് ആരാണ്? ബിലം, ഏതാണ് ബിലം? ഈ ഗുഹ ഏതാണ്? രത്നാനി ജയമാനി വധസ്വകസ്യാം. ഈ രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളൊക്കെ ധാരാളം ഉണ്ട്, ഇതൊക്കെ ആരുടെയാന്ന് ദേവി പറഞ്ഞു തന്നാലും എന്ന് ഹനുമാൻ ചോദിക്കുന്നതോടുകൂടി ഈ സർഗമഠം പൂർത്തിയാവുകയാണ്. ശ്രീരാമചന്ദ്രായ നമോ നമഃ. നിലോൽപലശ്യാമളകോമളാംഗം സീതാസമാരോപിതവാമപാദം പണു മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം.